ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആൻഡ് ഓർ നോട്ട് വെച്ചിട്ടുള്ള SQL ക്വറീസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആൻഡും ഓറും എങ്ങനെ ഒരുമിച്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പൈനിങ് ആൻഡ് ഓർ ആൻഡ് നോട്ട് എങ്ങനെയാണ് ആൻഡ് ഓർ നോട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ ഫോളോയിങ് SQL സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട്സ് ഓൾ ഫീൽഡ്സ് ഫ്രം കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നിട്ട് എന്താണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത്? കൺട്രി ജർമ്മനി ആയിരിക്കണം ആൻഡ് സിറ്റി എന്തായിരിക്കണം? ബെർലിനോ അല്ലെങ്കിൽ മുൻചനോ ആയിരിക്കണം. ഈ രണ്ട് സിറ്റിയിൽ ഏതെങ്കിലും ഒന്ന്, പക്ഷേ കൺട്രി ജർമ്മനി തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അത് വെച്ചിട്ട് നമ്മൾ SQL ക്വറി എങ്ങനെ എഴുതാം? എന്താണ്? ടേബിളിൻ്റെ നെയിം കസ്റ്റമേഴ്സ് എന്നുള്ള നെയിമാണ്. സോ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ്. സെലക്ട് എന്നുള്ള ഓപ്ഷൻ എടുത്ത് സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിലെല്ലാം സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിൻ്റെ നെയിം കസ്റ്റമേഴ്സ്. വേർ നമ്മൾ കണ്ടീഷൻ എന്താ കൊടുക്കുന്നത്? കൺട്രി ഈക്വൽ ടു ജർമ്മനി. കൺട്രി എന്തായിരിക്കണം? ജർമ്മനി ആയിരിക്കണം, അല്ലേ? ദെൻ ആൻഡ് എന്നുള്ള കണ്ടീഷൻ എന്താ? നമ്മൾ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആൻഡ് പിന്നെ എന്താ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്? സിറ്റി ബെർലിനോ അല്ലെങ്കിൽ മുൻചനോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ മോർ ദാൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ബ്രാക്കറ്റിലാണ് കൊടുക്കുക. സോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ? സിറ്റി ബെർലിൻ. നമ്മുടെ ഓർ നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. ബെർലിനോ മുൻചനോ ആയിരിക്കണം. അപ്പോൾ സോ സിറ്റി ഈക്വൽ ടു ബെർലിൻ ഓർ സിറ്റി ഈക്വൽ ടു മുൻചൻ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഏതൊക്കെയാണ്? ജർമ്മനി ആയി. ഇവിടെ പിന്നെന്താ? ഇതിലേതെങ്കിലും ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ടേബിളിലെ ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. ഓക്കെ, ലാസ്റ്റ് ഒരു സെമിക്കോളൻ ഉണ്ട് കേട്ടോ. അത് ഇവിടെ താഴേക്ക് ആയിപ്പോയിട്ടുണ്ട്. സോ ലാസ്റ്റ് ഒരു സെമിക്കോളനും കൂടെ നമ്മൾ ഇടണം. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് നമ്മളെടുത്ത് നോട്ടാണ്. അതായത് നോട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാമെന്ന്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് വേർ കൺട്രി ഈസ് നോട്ട് ജർമ്മനി. ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ട് കസ്റ്റമർ, അവരുടെ കൺട്രി എന്താവരുത്? ജർമ്മനി ആവരുത്. അതുപോലെ തന്നെ നോട്ട് USA, രണ്ടും ആവരുത്. ഓക്കെ, USAയിലുള്ള ആളുകളെയും പറ്റില്ല, അതുപോലെ തന്നെ ജർമ്മനിയിലുള്ള ആളുകളെയും പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിൽ ഡാറ്റ നമുക്ക് കിട്ടണം. സോ അതിൻ്റെ SQL സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൻ്റെ നെയിം. വേർ എന്താണ്? നോട്ട് കൺട്രി ഈക്വൽ ടു ജർമ്മനി. എന്താണ്? കൺട്രി ജർമ്മനി ആവരുത്. പിന്നെന്താ അടുത്ത കണ്ടീഷൻ? രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് പിന്നെന്താ? നോട്ട് കൺട്രി ഈക്വൽ ടു USA. അതായത് കൺട്രി USAയും ആവരുത്. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ അതിൽ കൺട്രി ഉള്ളതുണ്ടാവില്ലേ? അപ്പോൾ അത് മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് തരും? കാണിച്ചു തരും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ദ SQL ഓർഡർ ബൈ കീവേഡ്. ഓർഡർ ബൈ, ഈ ഓർഡർ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ നമ്മളുടെ ഒരു പെർട്ടിക്കുലർ കോളം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ചെറുതിൽ നിന്ന് വലുത്. ഇപ്പോൾ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 0 മുതൽ 0 സ്റ്റാർട്ട് ചെയ്ത് 9 വരെ. നമ്മുടെ ആൽഫബറ്റ് ആണെന്നുണ്ടെങ്കിൽ A to Z. റിവേഴ്സ് ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ 9 to 0യും അതുപോലെ തന്നെ ആൽഫബറ്റിലാണെന്നുണ്ടെങ്കിൽ Z മുതൽ A വരെയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ഒരു ടേബിളിൽ ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മുടെ നെയിമൊക്കെ ഓർഡർ ചെയ്യില്ലേ? ഇപ്പോൾ നിങ്ങളുടെ റോൾ നമ്പറൊക്കെ നിങ്ങളുടെ പേരിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിലല്ലേ നിങ്ങളുടെ റോൾ നമ്പേഴ്സൊക്കെ? അപ്പോൾ അതേപോലെയൊക്കെ നമുക്ക് എന്താ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ യൂസ് ചെയ്യുന്നത്, SQL ക്വറി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്താണ്? ഈ സിൻടാക്സുകളൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. അപ്പം ഇമ്പോർട്ടൻ്റ് ആണത്. സോ ഓർഡർ ബൈ സിൻടാക്സ് എന്താ വരുന്നത്? സെലക്ട് കോളം 1 കോളം 2 ഫ്രം ടേബിൾ നെയിം ഓർഡർ ബൈ കോളം 1 കോളം 2 അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. അതായത് ഏതൊക്കെ കോളങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ അവിടെ കൊടുക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കി നോക്കാം. ഓർഡർ ബൈൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
എന്താ പറഞ്ഞിട്ടുള്ളത്, കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് സോർട്ട് ബൈ കൺട്രി കോളം. അതായത് കസ്റ്റമർ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. അതിലിപ്പോൾ എന്തൊക്കെ കസ്റ്റമർ ഐ ഡി ഉണ്ടായിരിക്കും, കസ്റ്റമർ നെയിം ഉണ്ടായിരിക്കും, അവരുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കാം, അവരുടെ കൺട്രി ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങിയതായിരിക്കും എന്ത് കസ്റ്റമേഴ്സിൻ്റെ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേബിളിൽ നിന്ന് എന്താണ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കേണ്ട ഡാറ്റ, അതായത് ഏതെങ്കിലും ഓർഡറിൽ, അതായത് സാധാരണ നമ്മൾ ഓർഡർ ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമലി അസെൻഡിങ് ഓർഡറിലാണ് ഡീഫോൾട്ടായിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഓർഡറിലാണ് റിട്രീവ് ചെയ്ത് കിട്ടുക. ഓക്കെ, ഡിസെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടും. ബട്ട് നമ്മൾ ഓർഡർ ബൈ എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് അസെൻഡിങ് ഓർഡറിൽ തന്നെ നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, the following SQL statement select all the customers from the customers table sorted by country column. അതായത് കൺട്രി എന്നുള്ള കോളമാണ് നമ്മളടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ കൺട്രി എന്ന് പറയുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് കൺട്രീസ് ആയിരിക്കും, അവർ ആ ഓരോ കൺട്രീസിൽ നിന്നായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രിയാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ, അല്ലെങ്കിൽ എന്താണ് അസെൻഡിങ്ങോ അല്ലെങ്കിൽ ഡിസെൻഡിങ്ങോ ഏതെങ്കിലും ഓർഡറിൽ. ഡിഫോൾട്ടായിട്ട് ഇവിടെ നോക്കൂ, സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് ഓർഡർ ബൈ കൺട്രി. ഓർഡർ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അസെൻഡിങ് ഓർഡറിലാണ് അങ്ങനെ വരുന്നത്. ദെൻ കൺട്രി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ സെമിക്കോളം കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ആ ഒരു കൺട്രി, പർട്ടിക്കുലർ കൺട്രി എന്തായിട്ട് വരും, നമുക്ക് അസെൻഡിങ് ഓർഡറിലായിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഓർഡർ ബൈ ഡിസെൻഡിങ്. ഇനി ഡിസെൻഡിങ്ങിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലും സെയിം നമ്മൾ സോർട്ട് ചെയ്യുന്നത് എന്താണ്, ഡിസെൻഡിങ് ഓർഡറിലാണ്. കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ള കോളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിസെൻഡിങ് ഓർഡറിൽ കാണിക്കേണ്ടത്. സോ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമർ എന്നുള്ള ടേബിളിലെ ഓൾ ഡാറ്റ കിട്ടും. എങ്ങനെയാണ്, ഓർഡർ ബൈ, ഓർഡർ ചെയ്തിട്ട് എങ്ങനെ കൺട്രിയാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എന്ത് ഓർഡർ വൈസിലാണ്, ഡിസെൻഡിങ് ഓർഡറിൽ. അപ്പോൾ അതാണ് ഇവിടെ ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ DESSE എന്നാണ് നമ്മൾ ഡിസെൻഡിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലുള്ള ഇത് കിട്ടി. ഇത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ തിയററ്റിക്കൽ ആയിട്ട് നിങ്ങളൊരു നോളജ് ഉണ്ടാക്കി വയ്ക്കുക. ഓക്കെ, ദെൻ ഓർഡർ ബൈ സെവറൽ കോളംസ് എക്സാമ്പിൾ. ഇപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ കോളം നമുക്കൊരു ടേബിളിൽ തന്നെ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് കൺട്രി മാത്രമായിരുന്നു. ഇവിടെ ഒന്നും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, എന്താണ്, കസ്റ്റമർ നെയിമും കൂടെ നമുക്കൊന്ന് ഓർഡർ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓർഡർ ബൈ കൺട്രി എന്ന് പറഞ്ഞ് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ കോമ ഇട്ടിട്ട് എന്തെടുക്കുക, ഏതാ കോളം വേണ്ടത്. നമ്മുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കസ്റ്റമർ നെയിമാണ്. അപ്പോൾ എന്താ, കസ്റ്റമർ നെയിം അവിടെ കൊടുക്കുക. ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും കോളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോളത്തിൻ്റെ നെയിം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കോളങ്ങളൊക്കെ എന്ത് ചെയ്യും, ഏത് ഓർഡറിലാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഓർഡർ വൈസ് ആയിട്ട് അസെൻഡിങ് ഓർ ഡിസെൻഡിങ്ങിൽ വരും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അടുത്തത് വരുന്നത് ദ SQL ഇൻസേർട്ട് ഇൻടു സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ ഒരു റോ, ഓൾറെഡി ഉള്ള ഒരു ടേബിളിലേക്ക് നമുക്കൊരു പുതിയ റോ ആഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഇൻസേർട്ട് ഇൻടു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. ഫസ്റ്റത്തെ വേ ആണ് പറഞ്ഞിട്ടുള്ളത് ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം. അതായത് ടേബിളിൻ്റെ നെയിം എന്താണോ അത് നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ കോളം 1, കോളം 2, കോളം 3, അതായത് ഏതൊക്കെ കോളത്തിൻ്റെ നെയിമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ കോളം 1 കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, കസ്റ്റമർ അഡ്രസ്സ്, ഇങ്ങനെയൊക്കെ ഓരോ കോളം. ഓക്കെ, അപ്പോൾ അത് എത്ര കോളം ഉണ്ടോ അത്രയും നമ്മൾ അവിടെ കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. വാല്യൂസ് എന്തൊക്കെയാണ്, ഇനി അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ്, ആ കസ്റ്റമറുടെ നെയിം എന്ന് പറഞ്ഞാൽ ഹെഡിങ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു കോളത്തിൻ്റെ നെയിം കൊടുത്തു, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വാല്യൂസ് വേണ്ടേ, ഏതാണ് കസ്റ്റമറുടെ നെയിം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് പറയണം അല്ലേ. അപ്പോൾ നമ്മളെന്താ അതിന് വേണ്ടിയിട്ട് വാല്യൂ, അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ 1, ഇപ്പോൾ കസ്റ്റമർ നെയിമാണ് ഇവിടെ കൊടുത്തു വെച്ചാൽ കസ്റ്റമറിൻ്റെ എന്ത് നെയിമാണെന്നുള്ളത് ഇവിടെ കൊടുക്കണം. ഓക്കെ, അടുത്തത് ID ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ID 1 ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഇവിടെ കൊടുക്കണം.
സെക്കൻഡ് കോളത്തിൻ്റെ നെയിം കസ്റ്റമർ നെയിം ആണെന്നുണ്ടെങ്കിൽ വാല്യൂ 2ൽ എന്താ ആ കസ്റ്റമറിൻ്റെ നെയിം ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്തത് കസ്റ്റമർ അഡ്രസ്സാണ് കോളം 3യുടെ കോളം നെയിം എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് എന്താണോ അതാണ് നമ്മൾ വാല്യൂ 3 ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അപ് ടു എത്രയുണ്ടോ അത്രയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ്. അതായത് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മുടെ ഒരു കോളൊക്കെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് വാല്യൂ മാത്രം ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ സമയത്ത് എന്താ നമ്മൾ മുന്നേ ചെയ്ത പോലെ ഇവിടെ കണ്ടോ കോളം 1 കോളം 2 അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്താ ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂസ് എന്തൊക്കെ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്കിവിടെ എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ക്ലിയർ? ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് ഇൻ ദ കസ്റ്റമേഴ്സ് ടേബിൾ. ഓൾറെഡി ഇപ്പോൾ കസ്റ്റമേഴ്സ് ടേബിളിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്, അതിലേക്ക് അഡീഷണൽ ആയിട്ടൊന്ന് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമേഴ്സ്, കസ്റ്റമറിൻ്റെ നെയിം, കോണ്ടാക്ട് നെയിം, അഡ്രസ്സ്, സിറ്റി, പോസ്റ്റൽ കോഡ്, കൺട്രി. ഇത്രയും ഡാറ്റയാണ് ബേസിക്കായിട്ട് എത്ര കോളം ഉണ്ടെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, കാർഡിനാൽ, അതായത് കസ്റ്റമറിൻ്റെ നെയിം കാർഡിനാൽ എന്നാണ്. പിന്നെ അവരുടെ കോണ്ടാക്റ്റ് നെയിം എന്ന് പറയുന്നത് ടോംബി എറിറ്റ്സൺ. ദെൻ അഡ്രസ്സ് എന്ന് പറയുന്നത് സ്കാഗൺ 21. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തു എന്നുള്ളൂ. ദെൻ സിറ്റി സ്റ്റവാങ്കർ ആൻഡ് പോസ്റ്റൽ കോഡ് 4006 ആൻഡ് കൺട്രി എന്ന് പറയുന്നത് നോർവേ. അപ്പോൾ എന്താണോ നമ്മൾ ആ കോളത്തിൻ്റെ നെയിം കൊടുക്കുന്നത് അതിൻ്റെ സെയിം കറസ്പോണ്ടിങ്, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാൻ പാടില്ല. ഇവിടെ ഫസ്റ്റ് നെയിമാണ് കൊടുത്തുവെച്ചെങ്കിൽ നമ്മൾ വാല്യൂസിൻ്റെ അവിടെ ആ നെയിം എന്താണോ അതുതന്നെ കറക്റ്റായിട്ട് കൊടുക്കണം. ക്ലിയർ? ദെൻ അടുത്തത് വരുന്നത് നമുക്ക് ഇൻസേർട്ട് ഡാറ്റ ഓൺലി ഇൻ സ്പെസിഫിക് കോളംസ്. അതായത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും കോളത്തിലേക്ക് മാത്രമാണ് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു ഓൺലി ഇൻസേർട്ട് ഡാറ്റ ഇൻ സ്പെസിഫിക് കോളംസ്. The following SQL statement will insert new record but only insert data in the customer name, city and country columns. Customer ID will be updated automatically. അത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതായത് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സാമ്പിൾ ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമേഴ്സ്. അതായത് നമുക്കിപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ടേബിളിൽ എന്താണ് കസ്റ്റമറിൻ്റെ നെയിം, സിറ്റി, കൺട്രി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർട്ടിക്കുലർ കോളത്തിലേക്കാണ് നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ കോളത്തിലേക്കാണ് വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ കോളം നെയിം മാത്രം ഇവിടെ കൊടുക്കുക. ദെൻ അതിലുള്ള നമുക്ക് ആ പെർട്ടിക്കുലർ കോളത്തിലേക്കുള്ള വാല്യൂസ് എന്താണോ അത് മാത്രം ഇവിടെ കൊടുക്കുക. മറ്റത് ഒന്നായിട്ട് നമ്മൾ എത്ര കോളം ഉണ്ടോ അത്രയും വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏതൊക്കെയാണോ വേണ്ടത് വെച്ചാൽ അത് മാത്രം ഇവിടെ കൊടുക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ മാത്രം കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് നൾ വാല്യൂ. നമ്മൾ നൾ വാല്യൂ ഒക്കെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു നൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 0 അല്ലെങ്കിൽ ഒരു ഒന്നും ആ ഒരു കോളത്തിലില്ല എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എ ഫീൽഡ് വിത്ത് എ നൾ വാല്യൂ ഈസ് ഫീൽഡ് വിത്ത് നോ വാല്യൂ. ഒരു വാല്യൂ എന്തുണ്ടായിരിക്കില്ല, നൾ എന്നുള്ള ഒരു ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടായിരിക്കില്ല. ഓക്കെ, ഇഫ് എ ഫീൽഡ് ഇൻ എ ടേബിൾ ഈസ് ഓപ്ഷണൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് ഓർ അപ്ഡേറ്റ് എ റെക്കോർഡ് വിത്തൗട്ട് ആഡിങ് വാല്യൂ ടു ദിസ് ഫീൽഡ് ദെൻ ദ ഫീൽഡ് വിൽ ബി സേവ്ഡ് വിത്ത് എ നൾ വാല്യൂ. ഇപ്പോൾ നമ്മൾ ഒരു ടേബിളിൽ ഒരു പെർട്ടിക്കുലർ കോളത്തിൽ ഒരു വാല്യൂ ഒന്നും നമ്മൾ കൊടുത്തില്ല എന്ന് വിചാരിച്ചോ, ഇപ്പോൾ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുത്തില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യും, അവിടെ നള്ളായിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ലാസ്റ്റത്തെ കണ്ടോ, കാർഡിനാൽ അവരുടെ കോണ്ടാക്ട് നെയിം ഇവിടെ കൊടുത്തിട്ടില്ല, നള്ളാണ്. അതുപോലെ തന്നെ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്, നള്ളാണ്. അതുപോലെ തന്നെ പോസ്റ്റൽ കോഡ് എന്താണ്, നള്ളാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഡാറ്റ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല, സോ അത് നള്ളായിട്ടാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ക്ലിയർ. അപ്പോൾ അതാണ് നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഈ നൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നൾ വാല്യൂസ് വേണോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് സാധാരണ നമ്മൾ മുന്നേ കമ്പാരിസൺ ഓപ്പറേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ നള്ളിൻ്റെ അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം നമ്മൾ മുന്നത്തെ എക്സാമ്പിളിലൊക്കെ നമ്മളിപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ, ഇത്ര വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് വേണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നള്ളാണോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ് നൾ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഈസ് നോട്ട് നൾ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഇതാണ് നമ്മൾ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈസ് നൾ സിൻടാക്സ് എന്താണ്? അതിൻ്റെ സിൻടാക്സ് സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വേർ കോളം നെയിം ഈസ് നൾ. ഓക്കെ, അപ്പോൾ എന്താണ് സെലക്ട് കോളം നെയിം, ഏതാണോ കോളം നെയിം അത് സെലക്ട് ചെയ്യുക. ഫ്രം ടേബിൾ നെയിം, ഏത് ടേബിളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. വേർ കോളം നെയിം ഏതാണോ നള്ളായിട്ടുള്ള, നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതായത് സെലക്ട് ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, അഡ്രസ് ഫ്രം പേഴ്സൺസ് വേർ അഡ്രസ് ഈസ് നൾ. അതായത് അഡ്രസ്സ് എന്തായിരിക്കണം? നള്ള്. ഇവിടെ നോക്കി ഈ ടേബിളിൽ ഈ ഒരു അഡ്രസ്സ്, ഈ ജോയ്, ജെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്ത ആളുകൾക്ക് ഇവിടെ 2 പേർക്ക് അഡ്രസ്സ് കൊടുത്തിട്ടില്ല നമ്മൾ, ഇല്ലേ? അപ്പോൾ അവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണ്? സെലക്ട് ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, അഡ്രസ്സ്, ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും അഡ്രസ്സും. ഓക്കെ, അപ്പോൾ അതിൽ അഡ്രസ്സ് ഫ്രം പേഴ്സൺസ്, അത് പേഴ്സൺസ് പറഞ്ഞൊരു ടേബിളാണ്. ഓക്കെ, ആ ടേബിളിൽ നിന്ന് വേർ അഡ്രസ് ഈസ് നൾ, അഡ്രസ്സ് നള്ളായിട്ടുള്ള ആളുകളുടെ എന്താണ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അഡ്രസ്സും നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഏതാ? അഡ്രസ്സ് നള്ളായിട്ടുള്ള ആകെ 2 പേരേ ഉള്ളൂ, അല്ലേ? ജോയ് ആൻഡ് ജെയിൻ. അപ്പോൾ അതായത് ബ്ലോഗ്സ്, റോയ്, ഈ 2 പേരുകൾ. ഓക്കെ, അപ്പോൾ ഈ 2 പേര് മാത്രമേ അവിടെ ഈസ് നള്ളായിട്ടുള്ള, അഡ്രസ്സ് നള്ളായിട്ടുള്ള ആളുകളുള്ളൂ. അപ്പോൾ അവരെ മാത്രമാണ്, അവരുടെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, അഡ്രസ്സാണ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്ന കോളം, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ റിസൾട്ടായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ ഈസ് നള്ളാണ്. നള്ളുള്ള എന്താണ് ആ ഒരു ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും അഡ്രസ്സുള്ള ആ ഒരു ടേബിളത്തെ കണ്ടൻറ്റാണ് നമുക്ക് ഔട്ട്പുട്ട് ടേബിളായിട്ട് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ എന്താണ് ഈസ് നൾ വെച്ചിട്ട് നമുക്ക് ഏതാണോ നള്ളായിട്ടുള്ള വാല്യൂ അത് വെച്ചിട്ട് നമ്മൾ ഡാറ്റ റിട്രീവ് ചെയ്തെടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നോട്ട് നള്ള്, നമ്മൾ ഈസ് നള്ളും ഉണ്ട്, ഈസ് നോട്ട് നള്ളും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നള്ളല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഈസ് നോട്ട് നൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.